ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ്. ഈ ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുന്നത് FM-ലാണ്. കാരണം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് നോയ്സ് സപ്രസ് ചെയ്യാനുള്ള FM-ൻ്റെ എബിലിറ്റി കുറയും. അങ്ങനെയാകുമ്പം നോയ്സ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും FM-ൽ. അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ എംഫസിസും ഡി എംഫസിസും ചെയ്യുന്നത്. പ്രീ എംഫസിസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിലും ഡി എംഫസിസ് ചെയ്യുന്നത് റിസീവറിലുമാണ്. ആദ്യം നമുക്ക് എന്താണ് പ്രീ എംഫസിസ് എന്ന് നോക്കാം. പ്രീ എംഫസിസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈ പാസ് ഫിൽറ്ററാണ്, അല്ലെങ്കിൽ നമുക്കതൊരു ഡിഫറൻഷ്യേറ്റർ ആണെന്ന് പറയാം. ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് മുമ്പ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ ബിഫോർ മോഡുലേഷൻ. പ്രീ എംഫസിസിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജ് സിഗ്നലിൻ്റെ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുക എന്നുള്ള പ്രോസസ്സാണ്. നമുക്ക് പ്രീ എംഫസിസ് സർക്യൂട്ട് നോക്കാം. ഇതാണ് പ്രീ എംഫസിസ് സർക്യൂട്ട്. ദാറ്റ് ഈസ് ഇതൊരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഈ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 75 മൈക്രോ സെക്കൻഡ് ആണ്. ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2122 ഹെർട്സ് ആണ്. ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്നത്, ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്നത് ഈ ഒരു റേറ്റിലാണ്. 6 dB per octave എന്ന റേറ്റിലാണ്. 6 dB per octave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസി ഡബ്ലിങ്ങിലും ഇരട്ടിയാകുമ്പോഴും, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈ 2122 ഹെഡ്സ് കഴിഞ്ഞിട്ടുള്ള ഓരോ ഫ്രീക്വൻസി ഡബ്ലിങ്ങിലും ആംപ്ലിറ്റ്യൂഡ് 6 dB വീതം ഇൻക്രീസ് ചെയ്യും. അതാണ് ആ ഒരു ലീനിയർ ഇൻക്രീസ് ആണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇതിനെ നമുക്ക് പ്രീ എംഫസിസ് കർവ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞു. ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസീസിനെ മാത്രം പാസ് ചെയ്യുന്ന ഫിൽറ്ററാണ് ഹൈ പാസ് ഫിൽറ്റർ. ഇവിടെ ഈ സ്ലോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 6 dB per octave സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഇസ് ഈ ഒരു ഏരിയയിൽ 2122 ഹെഡ്സ് മുതൽ ഒരു 30 കിലോ ഹെഡ്സ് വരെയുള്ള ഈ ഒരു ഏരിയയിലാണ് ഇവിടെ പ്രീ എംഫസിസ് പ്രോസസ്സ് നടക്കുന്നത്. ദാറ്റ് ഇസ് ഇവിടെയാണ് ഓരോ ഫ്രീക്വൻസി ഡബ്ലിങ്ങിലും 6 dB വീതം ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത്. It is a way to boost only the signal's high frequency components. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ മാത്രമാണ് ഇവിടെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണെന്ന് പറയുന്നത്. പ്രീ എംഫസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇൻ്റലിജിബിലിറ്റി, അതുപോലെ തന്നെ ഫിഡിലിറ്റി, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഡി എംഫസിസ് എന്താണെന്ന് നോക്കാം. റെഡ്യൂസിങ് ദ ആംപ്ലിറ്റ്യൂഡ് ലെവൽ ഓഫ് ദി റിസീവ്ഡ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ബൈ ദ സെയിം എമൗണ്ട് ആസ് ദ ഇൻക്രീസ് ഇൻ പ്രീ എംഫസിസ്. അപ്പോൾ ഈ ഡി എംഫസിസ് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസീവറിലാണ്. കാരണം നമ്മൾ ട്രാൻസ്മിറ്ററിൽ പ്രീ എംഫസിസ് ചെയ്തിട്ടാണ് മോഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസീവറിൽ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്മിറ്ററിൽ എത്രമാത്രമാണോ അവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉയർത്തിയത്, അത്ര തന്നെ ഈ റിസീവ്ഡ് സിഗ്നലിനകത്തുനിന്നും അത്ര തന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കണം. എത്രമാത്രം അവിടെ ഉയർത്തിയോ അത്രമാത്രം ഇവിടെ റിസീവറിൽ ഈ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഡി എംഫസിസിൽ ചെയ്യുന്നത്. നോക്കിക്കോളാം, ഇവിടെ നമ്മുടെ റിസീവ് ചെയ്യുന്ന FM അതിനെ ഡീമോഡുലേറ്റ് ചെയ്തതിന് ശേഷം ഡി എംഫസിസ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡി എംഫസിസ് സർക്യൂട്ട് ഈ ഡീമോഡുലേറ്റഡ് ആയിട്ട് വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ എത്രമാത്രമാണോ നമ്മൾ ട്രാൻസ്മിറ്ററിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തത്, അത്ര കണ്ട് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. എന്നാലേ നമുക്ക് ആ ഒറിജിനൽ ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടുത്തെയും ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് 75 മൈക്രോ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 2122 ഹെഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അറ്റന്യൂസ് ഫ്രീക്വൻസി എബോ 2122 ഹെഡ്സ് അറ്റ് എ റേറ്റ് ഓഫ് 6 dB per octave. ദാറ്റ് ഈസ് ഇവിടെ 2122 ഹെഡ്സിന് മുകളിലുള്ള ഫ്രീക്വൻസീസിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ദാറ്റ് ഈസ് അതിൽ താഴെയുള്ള ഫ്രീക്വൻസീസിനെ മാത്രമേ ഇവിടെ പാസ് ചെയ്യുന്നുള്ളൂ. ആ പാസിംഗ് റേറ്റ് ആണ് പറഞ്ഞത് 6 dB per octave. 6 dB per octave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസി ഡബിളിങ്ങിലും 6 dB വീതമാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കുന്നത്. നമുക്ക് ഈ പ്രീ എംഫസിസിൻ്റെയും ഡി എംഫസിസിൻ്റെയും അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ഇൻ്റലിജിബിലിറ്റി ആൻഡ് ഫിഡിലിറ്റി. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഡൺ ബിയോണ്ട് എ ലിമിറ്റ് ദെയർ ക്യാൻ ബി ഓവർ മോഡുലേഷൻ. അപ്പോൾ ഇത് പറയുന്ന ആ ഒരു ലിമിറ്റിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓവർ മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോൾ എന്താണെന്ന് നോക്കാം. താങ്ക്